എന്താ കാര്യം എന്താ മണിക്കൂട്ടാ, ഇതൊന്നും നടക്കുന്ന കാര്യമില്ല. ഒരു 7-8 ലക്ഷം രൂപയുടെ കാര്യമാണ് അയാൾ പറയുന്നത്. അളിയന്റെ അരിപ്പ സ്വഭാവം എന്റെ അടുത്ത് കാണിക്കരുത്. കാശ് ഞാൻ കൊടുത്തോളാം. കാശ് കൊടുത്തോളാം? മണിക്കൂട്ട എന്തോന്ന് ഈ പറയണത്? അളിയനെ അറിയാൻ വയ്യാത്തോണ്ടാ. അളിയനെങ്ങാനും തട്ടിപ്പോയി കഴിഞ്ഞാലേ ഭാര്യയുടെയും മക്കളുടെയും കാര്യങ്ങൾ നോക്കണ്ട. എനിക്ക് ദണ്ണമുണ്ട്. കാശിന്റെ കാര്യം വിട്. അയാൾ പറഞ്ഞേട്ടാ എല്ലാരും തല മുട്ടയടിക്കണം. അരി പെണ്ണുങ്ങളാ? പെണ്ണുങ്ങള്. മണിക്കുട്ട, ഇതെന്തോ ഉടായ്പ കേസാണിത്. അളിയാതായി അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ ഉടായ്പാന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടരുത്. ഞാനൊന്ന് പറയട്ടെ. അളിയനൊന്നും പറയണ്ട. അളിയൻ ഇപ്പൊ അവിടം വരെ ഒന്ന് വന്ന് ഇരിക്കാൻ പറ്റുവോ? അളിയനൊന്നും പറയണ്ട. അവിടെ വന്നൊന്ന് ഇരിക്കും. കാശി നമ്മുടെ കളിയാ. കാശി എന്ത് പെണ്ണുകളാണ്. എന്തോന്ന് കഷ്ടമാണിത്. ആരെ പറഞ്ഞ് മനസ്സിലാക്കിക്കും. എഴുതി തീരണില്ലല്ലോ. എഴുതിയായിരുന്നു. ഇത്രയും സാധനങ്ങൾ ഇവിടെ വാങ്ങി വെക്കണം. ആയിക്കോട്ടെ. എത്രയും നേരത്തെ ആയി കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് സർവ്വ ഐശ്വര്യങ്ങൾ വന്നു ചേരും. സ്വാമി, അപ്പോഴേ ഈ സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെച്ചിട്ട് എത്രയും പെട്ടെന്ന് സ്വാമി വിവരം അറിയിക്കും. ഈ പൂക്കൂട പൊട്ട്, ഈ ചുടുകട്ടയൊക്കെ എന്തിനാണ്? അത് ഹോമകുണ്ടം നിർമ്മിക്കാനാണ്. അത് ഈ സിമെന്റും എംസാൻഡും ഒക്കെ വാങ്ങിച്ചു വെക്കണം. സ്വാമി, എന്താ ഒരു മിനിറ്റ്, അളിയനൊന്ന് റൂമിലോട്ടൊന്ന്. പിന്നെ ഒരു മിനിറ്റ്, സ്വാമി ഒന്ന് റൂമിലേക്ക് വന്നേ. അല്ല സ്വാമി ഇവിടെ ഇരുന്നു, ഞങ്ങൾ പോയിട്ട് വരാം. ഇപ്പൊ വരാം. എന്താ പറയട്ടെ. എന്താ അളിയ കാര്യം? വാ മണിക്കൂട്ട. ഇവൻ ആരെന്നറിയാമോ? അയ്യോ സ്വാമിയെ കയറി ഇവനൊന്നും, ഇദ്ദേഹം ഒന്ന് പറ. മാങ്ങാ തൊലി. ഇവൻ കോന്നി ഷാജി, പക്ക ഫ്രോഡാണ്. ഇവനെ പിടിയിട്ട പുള്ളിയാണ്. ഇവനെ അറസ്റ്റ് ചെയ്യാൻ പോയ പോലീസിന്റെ അറസ്റ്റ് വാറന്റ് തട്ടിപ്പിടിച്ചോണ്ട് മുങ്ങിയവനാണോ അവൻ. അല്ല അളിയൻ എങ്ങനെ അറിയാം? എന്റെ മണിക്കൂട്ട, ഇവൻ നമുക്കൊരു ലിസ്റ്റ് എഴുതി തന്നോ ഹോമത്തിനുള്ള. അത് ഏത് പേപ്പറാണെന്ന് അറിയുമോ? ഇവന്റെ അറസ്റ്റ് വാറന്റ് ആണ്. അതിന്റെ പുറകിലാണ് എഴുതി. അതേന്ന്. അളിയൻ ഉറപ്പുണ്ടോ? എനിക്ക് നല്ല ഉറപ്പാണ്. ഇന്ന് ഇത് ഞാൻ പത്രത്തിൽ വായിച്ചതാണ്. പക്ഷെ ഇവനാണെന്ന് എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഇത് കണ്ടപ്പോ മനസ്സിലായി. സംശയമുണ്ടെങ്കിൽ അളിയും ശ്രീകുട്ടി വിളിച്ചു ചോദിച്ചു. അല്ലാതെ അതൊക്കെ പിന്നെ വിളിച്ചു ചോദിച്ചോളാം. യവനെ ഒതുക്കാനുള്ള മാർഗം എന്റെ കയ്യിലുണ്ട്. നമ്മൾ എന്ത് ചെയ്യാനാ? അതൊക്കെ അളിയും കണ്ടോ. അളിയാ മുറിയുടെ താക്കോൽ. ഈ മുറിയുടെ എന്ത് ചെയ്യാ നോക്ക്. എടുക്ക. വാ ഇങ്ങോട്ട് വാ. മതിയോ? സ്വാമി, എന്റെ ദക്ഷിണ ഇട്ടിരുന്നെങ്കിൽ എനിക്കിന്ന് പോകുമായിരുന്നു. അല്ല അത് തരാം സ്വാമി. ഒരു സംശയം കൂടി ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. ഇവിടെ ഒരു പൂജാമുറിയും കൂടെ പണിയാനൊരു പ്ലാൻ ഉണ്ട്. സ്വാമി ആ റൂം ഒന്ന് സന്ദർശിച്ച് അനുയോജ്യമാണോ എന്നുള്ളത് പറഞ്ഞു തരണം. പിന്നെന്താ? വന്നാട്ടെ. ഈ മുറി. എടാ ഫ്രാഡ് സ്വാമി, ഷാജി. എടാ ഒരു പോലീസുകാരുടെ ഭർത്താവിനോടാ കള്ളം പറയുന്നേ. എന്തോ സംഭവം? മണി, അവൻ പക്കാ ഫ്രോഡ്. ഇവനുണ്ടല്ല പിടിയിട്ട പുള്ളിയായിട്ട് ഒളിച്ചു കിടക്കുന്ന ഒരു ആൾമാറാട്ടക്കാരനാണ്. ഇവൻ ഇന്ന് നമുക്ക് ലിസ്റ്റിൽ എഴുതി തന്നില്ലേ? ഈ പേപ്പർ എന്താണെന്ന് മനസ്സിലായോ? ഇവനെ അറസ്റ്റ് ചെയ്യാനുള്ള വാറണ്ടാണ്. ഇതും പിടിച്ചു പറിച്ചോണ്ട് ഓടിയതാണ് പോലീസിന്റേത്. എന്തൊക്കെ ഡയലോഗാണ് ഇവിടെ വന്ന് പറഞ്ഞത്. ഇവിടെ മൊത്തം പ്രശ്നമാണ്. എന്റെ ഭർത്താവിന്റെ മരണം പിന്തുടരുന്നു. എന്ത് ചെയ്യണം? ദൈവമേ, ഇയാള് പറയട്ടെ, നമ്മൾ മൊട്ടയെങ്ങനെ അടിച്ചെടുത്തീരാ? മണിക്കൂട്ടാ, പെട്ടെന്ന് ശ്രീകുട്ടിയെ വിളിച്ചിട്ടേ ഇവനെ അറസ്റ്റ് ചെയ്യിപ്പിക്കണം. ഒരു പ്രൊമോഷൻ ശ്രീകുട്ടി കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അവള് CI ആവും. നിക്ക്, അവന്റെ 2 എണ്ണം കൂടെ കൊടുക്കണം കേട്ടോ. കൊടുത്താലും ആഞ്ഞു കൊടു. ചേട്ടനെ കൈ വയ്യാത്തല്ലേ? ഒരു